ഇടതുപക്ഷം ഹൃദയപക്ഷമാണെന്നും ആ പക്ഷത്തിന് മാറ്റമില്ലെന്നും ഗീവർഗീസ് കൂർലോസ് പിതാവ് മുഖ്യമന്ത്രിയുടെ ആ പ്രതികരണം കേട്ട് പേടിച്ചങ്ങ് പറഞ്ഞതല്ല. ആ ചുവപ്പുളോഹയ്ക്കുള്ളൊരു ചുവപ്പ് രാശിയിൽ മിടിക്കുന്ന ഹൃദയമാണെന്നൊന്നല്ല, പലയാവർത്തി പ്രതികരണങ്ങളിൽ പേടിയില്ലാതെ പ്രഖ്യാപിച്ചതാണ്. വീണുകിടക്കുന്ന മനുഷ്യന്റെ വിമോചന സ്വപ്നങ്ങളിൽ ആ ക്ലാസിക്കൽ പ്രത്യയശാസ്ത്രങ്ങൾക്ക് ഒരു ഐഡിയോളജിക്കൽ കണക്ട് ഉണ്ടെന്ന് ചിന്തിക്കുന്ന വൈദികൻ, സാത്വികനെങ്കിലും ആ നാർക്കോട്ടിക് ജിഹാദ് എന്നൊരു അങ്ങേയറ്റം റിഗ്രസീവ് പ്രചരണകാലത്ത്, നാടിന്റെ മനസാക്ഷിയിൽ കൊടുംവിഷം കലർത്തി തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന ഒരു കെട്ടകാലത്ത് ആ പ്രൊപ്പഗണ്ടയ്ക്ക് കൂട്ടുനിൽക്കൽ കേരളത്തെ വഞ്ചിക്കലാണെന്ന് നട്ടല് നിവൃത്തി പറഞ്ഞൊരു ധീരനാണ്. ആ ഇടതുപക്ഷ പ്രതീക്ഷ ഇടതുവിരുദ്ധ വഴികളിൽ മുടിഞ്ഞു പോകുന്ന വേദനയിൽ നേരിയൊരു വിയോജിപ്പ് പറഞ്ഞതേയുള്ളൂ. അപ്പോഴേക്കും വന്നു പിണറായി വക ചാപ്പയടി. പുരോഹിതർക്കിടയിലെ വിവരദോഷി, ഭാഗ്യം ക്രിസംഗി എന്ന് പറഞ്ഞില്ലല്ലോ. അങ്ങനെ തലയ്ക്ക് പിടിച്ച അധികാരദാഷ്ട്യത്തിന്റെ പിണറായി വർഷങ്ങളിൽ അത്തരം ചാപ്പകൾ കേരളം എത്ര കണ്ടതാണ്. വികസന വിരുദ്ധ വിദ്രോഹ സഖ്യം, തെക്ക് വടക്ക് വിവരദോഷികൾ, തീവ്രവാദികൾ, സൈബർ തമ്മാടി സംഘത്തിന്റെ അധികാര നായാട്ടും മാധ്യമവേട്ടയും ഗുണ്ടാ പോലീസും കേരളത്തിന് അങ്ങേയറ്റം വെറുത്തൊറ്റ സീറ്റിലേക്ക് ഒതുക്കിയ ജനായത്ത പ്രഹരത്തിലും തിരുത്താൻ തയ്യാറല്ലെന്ന നാശത്തിന്റെ പ്രഖ്യാപനമാണ് കൂർലോസിനെ നോക്കി ആക്രോശിക്കൽ. അന്ന് മുഖ്യമന്ത്രി വോട്ട് ചെയ്ത സ്വന്തം ബൂത്തിൽ ഇരട്ടി വോട്ട് നേടി കണ്ണൂരിൽ ലക്ഷത്തിലധികം വോട്ടിലേക്ക് വളർന്ന് ലോക്സഭാ സീറ്റും പിടിച്ച് 11 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP ഒന്നാമതായിട്ടും ആ ചുവരെഴുത്ത് വായിക്കാതെ ഓക്കാനം വരുന്ന പരിഹാസ വർത്താനങ്ങൾ ആവർത്തിക്കുന്ന പിണറായി, നിങ്ങൾ കേരളത്തിലെ ഈ പാർട്ടിയെ ബംഗാൾ മോഡൽ കഴിവേറ്റലാണ്, ചെങ്കൊടി സംഘപരിവാരത്തിന്റെ കാൽക്കൽ കപ്പം കൊടുക്കലാണ്. RSSകാരൻ, കേരളത്തിന് ചുമതലക്കാരൻ, ജാവദേക്കറെ വീട്ടിൽ വിളിച്ച് ദുരൂഹമായി ചായ കൊടുക്കുന്ന ഒരു കേന്ദ്ര കമ്മിറ്റി സഖാവ്, കോർപ്പറേറ്റുകൾ മാസപ്പടി കൊടുക്കുന്ന മക്കൾ സഖാക്കൾ, ഒരു ഉഡായിപ്പ് പേപ്പർ കമ്പനിയുടെ വക്കീൽ കണക്കെ തെരുവിൽ വില കളഞ്ഞ് നാവിട്ടടിക്കുന്ന വേറൊരു കേന്ദ്ര കമ്മിറ്റി അംഗം, ക്ഷേമ പെൻഷൻ പോലും കിട്ടാതെ പകച്ചു നിൽക്കുന്ന മനുഷ്യർക്ക് മുന്നിൽ നടത്തിയ നവകേരള ധൂർത്തിനും ആഘോഷ അസംബന്ധങ്ങൾക്കും മുഖമടച്ചു കിട്ടിയ അടിയാണ് പത്തനമാറ്റ് പരാജയം. ഓരോ തെരഞ്ഞെടുപ്പിലും തരാതരം മതധ്രുവീകരണം നടത്തി ജയിക്കാമെന്ന ദുഷ്ടബുദ്ധി അന്ധകബുദ്ധിയാണെന്ന് മനസ്സിലാക്കാതെ പാവത്താനൊരു പാതിരിയുടെ നെഞ്ചത്തേക്കാണെങ്കിൽ ആ ഫഹദ് ഫാസിൽ കഥാപാത്രം പറയും മട്ടിൽ CPM നന്നായി വാ. സാക്ഷാൽ രാമന്റെ അയോധ്യയും സീതയുടെ സീതാപൂരും അടക്കം കേന്ദ്രത്തിലൊരു സ്വയം പ്രഖ്യാപിത ദൈവത്തെയും ഇങ്ങ് കേരളത്തിലൊരു ദൈവത്തിന്റെ വരദാനത്തെയും ചെവിക്ക് പിടിച്ച് മണ്ണിലേക്ക് ഇറക്കി നിർത്തിയ ദൈവങ്ങളല്ലാത്ത മനുഷ്യരെ, ജനാധിപത്യമേ, ആ ധാർഷ്ട്യത്തിന്റെ കൊമ്പൊടിഞ്ഞ് ജനത്തോട് വിനയം പഠിക്കും വരെ തുടരട്ടെ പ്രഹരങ്ങൾ, വാഴട്ടെ ജനായത്തം. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം.